ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഡിസംബർ 8-ാം തീയതി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടത് ഡിസംബർ 8-ാം തീയതിയാണ്. അതുമാത്രമല്ല, വിമൻസ് ODI മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് പരാജയപ്പെട്ടതും ഇതേ ദിവസം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരാജയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അണ്ടർ-19 ടീം ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ബംഗ്ലാദേശുമായിട്ടും പരാജയപ്പെട്ടത് ഡിസംബർ 8-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ 2024 ഡിസംബർ 8 എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വലിയ കോൺഫിഡൻസുമായിട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടാൻ ഇറങ്ങിയത്. കാരണം ഓസ്ട്രേലിയയിൽ കാലുകുത്തുന്ന സമയത്ത് ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു പരമ്പരയിൽ 3-0 തോറ്റതിന് ശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയിൽ എത്തിയത്. പക്ഷേ ആദ്യ മത്സരത്തിൽ പെർത്തിലെ ബൗൺസി ആയിട്ടുള്ള ഒരു പിച്ചിൽ ഓസ്ട്രേലിയയെ തറപറ്റിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിങ്ക് ബോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയ്ക്ക് വലിയ മേധാവിത്വമുള്ള ഒരു മേഖലയാണെങ്കിൽ പോലും ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ ഒരു വിജയം ഇന്ത്യക്ക് കോൺഫിഡൻസ് നൽകുമെന്നും അതുകൊണ്ട് തന്നെ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നുമാണ് നമ്മുടെ ആരാധകർ എല്ലാവരും തന്നെ കരുതിയിരുന്നത്. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യ ഇതേ ഒരു ഗ്രൗണ്ടിൽ വെച്ച് പിങ്ക് ബോൾ ടെസ്റ്റിൽ 36 റൺസിനാണ് ഓൾ ഔട്ട് ആയത്. ഈ ഒരു വർഷം കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള പ്രകടനം മാത്രമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. 10 വിക്കറ്റിന് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഉണ്ടാവുകയും വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. ഇനി പ്രധാനമായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ഡിസംബർ 14-ാം തീയതി ഗാബ എന്ന് പറയുന്ന ബ്രിസ്ബെയിനിൽ നടക്കാൻ പോകുന്ന ടെസ്റ്റ് മത്സരമാണ്. ആ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഈ ഒരു പരമ്പരയുടെ വിധി നിർണ്ണയിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ആ മത്സരത്തിനെ പറ്റി ഒന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. കാരണം നമ്മൾ പല വീഡിയോസും ആ ഒരു മത്സരത്തിനെ പറ്റി ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യയുടെ വിമൻസ് ടീം ഓസ്ട്രേലിയൻ ടീമുമായിട്ട് ഒരു ദയനീയമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യൻ വിമൻസ് ടീം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓസ്ട്രേലിയയിൽ ഒരു ODI ടൂർണമെന്റ് കളിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ ടൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, ഓസ്ട്രേലിയ 371 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചത് എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള എലീസ പെറിയും അതുപോലെ പുതുമുഖ താരമായ ജോർജിയ പോലും ആ മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്നു. മികച്ച ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചു. 371 റൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിമൻസ് ക്രിക്കറ്റിൽ 50 ഓവറിൽ അതൊരു വലിയ സ്കോർ തന്നെയാണ്. അത് എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇന്ത്യക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇന്ത്യ 122 റൺസിന്റെ പരാജയമാണ് ഓസ്ട്രേലിയൻ വനിതാ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങിയത്. അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പരാജയമായി. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാജയം അല്ലെങ്കിൽ ഒരു സങ്കടകരമായ വസ്തുത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അണ്ടർ-19 ടീം ബംഗ്ലാദേശുമായിട്ട് ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏഷ്യ കപ്പിന്റെയൊക്കെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ജൂനിയർ ഏഷ്യ കപ്പിലൊക്കെ ഒരു മുടിചൂടാമന്മാരാണ് ഇന്ത്യ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും മികച്ച പ്രകടനങ്ങൾ ഇന്ത്യൻ യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് താനും. ആ യങ്സ്റ്റേഴ്സാണ് പലരും പിന്നീട് ഇന്ത്യയുടെ ഒരു ഭാവി താരങ്ങളായിട്ട് വരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഈ കഴിഞ്ഞ ഒരു 10 വർഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഋഷഭ് പന്തിനെയും ശുഭ്മാൻ ഗില്ലിനെയും ഇഷാൻ കിഷനെയും അതുപോലെ യശസ്വി ജയ്സ്വാളിനെയൊക്കെ പോലെയുള്ള ഒരുപാട് മികച്ച താരങ്ങൾ വന്നത് ഈ അണ്ടർ-19 ഇന്ത്യൻ ടീമിൽ നിന്നാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയ താരങ്ങൾ ഉദിച്ചുയരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ അണ്ടർ-19 എന്ന് പറയുന്നത്. അതിൽ താരതമ്യേന ഒരു ചെറിയ ടീമായിട്ടുള്ള ബംഗ്ലാദേശുമായിട്ട് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് 198 റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചത്. പക്ഷേ ഇന്ത്യയുടെ താരങ്ങൾക്ക് അത് എത്തിപ്പിടിക്കാനായില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് മുംബൈയുടെ ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള ആയുഷ് മാത്രേ. നല്ല ഒരു ഓപ്പണിംഗ് ബാറ്ററാണ് അദ്ദേഹം. അതുപോലെ തന്നെ 13 വയസ്സിൽ ഇപ്പോൾ IPL രാജസ്ഥാൻ റോയൽസ് 1,10,00,000 രൂപയ്ക്ക് സ്വന്തമാക്കിയ വൈഭവ് സൂര്യവംശി, പിന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് അമാൻ, അങ്ങനെ ഒരുപിടി താരങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആന്ദ്രേ സിദ്ധാർത്ഥ്, ഇവരെല്ലാവരും തന്നെ നല്ല മികച്ച താരങ്ങളാണ്. പക്ഷേ അവരുടെ ആ ഒരു ചേസിൽ അവർക്ക് 198 റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് അമാന്റെ സ്റ്റോറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥകൾ, ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ഏഷ്യ കപ്പിന്റെ ഒരു വർഷമാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഇതിന് തൊട്ട് മുമ്പ് ഓസ്ട്രേലിയൻ അണ്ടർ-19 ടീമുമായിട്ട് ഒരു 3 മത്സരങ്ങളുടെ പരമ്പര കളിച്ചിരുന്നു. അതിലൊക്കെ പല താരങ്ങളും വലിയ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈവൻ സെമി ഫൈനലിലും അതിനു മുമ്പുള്ള മാച്ചുകളിലൊക്കെ വൈഭവ് സൂര്യവംശിയുടെ പ്രകടനമൊക്കെ എക്സലന്റ് ആയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആ പ്രകടനം അതുപോലെ തന്നെ ഫൈനലിൽ ആവർത്തിക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ അണ്ടർ-19 ടീം ബംഗ്ലാദേശ് അണ്ടർ-19 ടീമുമായിട്ട്
പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് അമാന്റെ സ്റ്റോറി നമ്മൾ യശസ്വി ജയ്സ്വാളിന്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലുള്ള പല താരങ്ങളുടെയും ഒരു സ്റ്റോറി പറയുന്നത് പോലെ തന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ള താരമാണ്. ക്രിക്കറ്റ് കളിക്കണമെന്നുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ട് ക്രിക്കറ്റിലേക്ക് വരികയും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുകയും ചെയ്തൊരു താരമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു 4 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു ക്രിക്കറ്റ് താരത്തിനും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പയ്യന്, ഒരു 19 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ കോവിഡുമായി മല്ലടിച്ച് മരണത്തിന് കീഴ്പ്പെട്ടു. അതിനുശേഷം ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് 2022 തോന്നുന്നു അദ്ദേഹത്തിന്റെ അച്ഛനും മരണത്തിന് കീഴടങ്ങി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 2 അനിയന്മാരും ഒരു അനീതിയുമാണ് അദ്ദേഹത്തിനുള്ളത്. തന്റെ താഴെയുള്ള ഈ 3 പേരുടെയും ചുമതല തന്റെ ചുമലിലാവുകയും അതെല്ലാം ക്രിക്കറ്റ് കളിയിലൂടെ നേടിയെടുക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വന്ന ഒരു താരമാണ് മുഹമ്മദ് അമാൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അണ്ടർ-19 ക്യാപ്റ്റനാണ്. അടുത്ത് തന്നെ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്കും അതുപോലെ IPL ടീമുകളിലേക്കും ഒക്കെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഡിസംബർ 8 എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരിക്കലും ഒരു നല്ല ദിവസമായിരുന്നില്ല. 3 പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഏതായാലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്കും ഇന്ത്യൻ ടീമിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.